അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ DVD ആംപ്ലിഫയർ ആക്കാം. അപ്പോൾ നമ്മുടെ DVD നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ DVDയുടെ മെയിൻ പവർ ബോർഡായിട്ട് വരുന്നത്. ഇത് മദർ ബോർഡ്. പിന്നെ നമുക്ക് സ്പീക്കർ കണക്ട് ചെയ്യുന്ന സോക്കറ്റ് ഇതാണ്. ഇപ്പോൾ വയറുകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ലൈനുകളൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം. ഇത് മദർ ബോർഡിലേക്കുള്ള മെയിൻ സപ്ലൈ ആണ്. ഇത് സ്പീക്കർ സോക്കറ്റിലോട്ടുള്ള ഔട്ടാണ്. ഇതാണ് കേട്ടോ നമ്മുടെ സൗണ്ട് IC. സൗണ്ട് IC വരുന്ന ഇതാണ്. അപ്പോൾ ഇതാണ് സൗണ്ട് ICക്കുള്ള ഇൻപുട്ട് വരുന്നത്. നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാനുള്ളത് ഈ ലൈനാണ്. ഇതൊരു മദർ ബോഡിയിൽ നിന്ന് വരുന്ന ഔട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ലൈനിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ലെഫ്റ്റ്, റൈറ്റ്, ഗ്രൗണ്ട് അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അടുത്ത് നമ്മുടെ ആഡിയോ ഇൻപുട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ഇതിൽ നിന്ന് വരുന്നതുകൊണ്ട് നമുക്ക് പിന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സോക്കറ്റ് ഒന്ന് ഊരി മാറ്റിയിട്ട് നമ്മുടെ ഈ TVയുടെ കിറ്റൊക്കെ നമുക്ക് TV കിറ്റൊക്കെ മാറുമ്പോൾ കിട്ടുന്ന അതിൻ്റെ ഒരു കണക്ടറാണ് ഇത്. അപ്പോൾ ഈ കണക്ടറിനെ ഒന്ന് ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പീക്കർ സോക്കറ്റിനെ നമ്മൾ അന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. ഈ സ്പീക്കർ സോക്കറ്റ് കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ടൊന്ന് ഡസ്റ്റും തുരുമ്പൊക്കെ കയറി ദ്രവിച്ചൊക്കെ പോയിട്ടുണ്ട്. ഇതുവഴി പ്രോപ്പറായിട്ട് എന്തായാലും നമുക്ക് സ്പീക്കർ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ വയറിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാമേ. ഇതൊരു 8 ഇഞ്ചിൻ്റെ ബോക്സ് ആണ്. 50 വാട്ട്സാണ് സ്പീക്കർ വരുന്നത്. അപ്പോൾ ഈ സ്പീക്കറാണ് നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് ആഡിയോ ഇൻപുട്ട് കൊടുക്കുന്നത് നമ്മുടെ ഈ ആംപ്ലിഫയറിൽ നിന്നാണ്. നമ്മുടെ ഒരു യുണിക്സിൻ്റെ 200 വാട്ട്സിൻ്റെ ഒരു പവർ ആംപ്ലിഫയറാണ്. അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ചെറിയൊരു മൊഡ്യൂളൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മൊഡ്യൂളിൻ്റെ ഒരു ഔട്ട് നമ്മുടെ ലൈൻ ഔട്ടിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ആംപ്ലിഫയർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സ്പീക്കർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. സ്പീക്കർ ഔട്ടിലോട്ട് നമ്മുടെ ആ സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ടിലോട്ട് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ബ്ലൂടൂത്തിൽ നമ്മളൊന്ന് പെയർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യണേ. നമ്മുടെ ഈ ബോഡി തന്നെയാണ് ഇപ്പോൾ നമ്മുടെ 8 ഇഞ്ചിൻ്റെ സ്പീക്കർ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ആംപ്ലിഫയറിൽ നിന്ന് ആഡിയോ ഔട്ട്പുട്ട് മാത്രമാണ് എടുത്തേക്കുന്നത്. പവർ ഓഫ് ചെയ്താലോ DVD ഒന്ന്? പവർ ഓഫ് ചെയ്തപ്പോഴത്തേക്കും ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ വർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ മെയിൻ ബോർഡ് മാത്രം മതി നമുക്കൊരു ആംപ്ലിഫയർ ചെയ്തെടുക്കാനായിട്ട്. ഈ ബോർഡിനെ ഒരു ആംപ്ലിഫയറിൻ്റെ പാനലിലോട്ട് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് 2 സ്പീക്കർ കണക്ട് ചെയ്യാനുള്ള രീതിയിൽ നമുക്കൊരു ആംപ്ലിഫയർ ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് ഒരു മൊഡ്യൂളിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ബാക്കി പവർ സപ്ലൈ കാര്യങ്ങളെല്ലാം ഇൻബിൽട്ടായിട്ട് ഒറ്റ ബോഡി തന്നെയുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന ഈ ചെറിയ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടൂടെ ചെയ്തേക്കണേ.